മരട് നിവാസികൾക്ക് മാവേലി സ്റ്റോറിന്റെ ഉൽപ്പന്നങ്ങൾ ഇനി മുതൽ വീട്ടുപടിക്കലെത്തും. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ വാഹനം മരട് തോമസുരം ദേവാലയത്തിന് സമീപം എല്ലാ ശനിയാഴ്ചയും രാവിലെ 11 മണി മുതൽ 1 മണി വരെ പൊതുജനങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ നൽകും. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിന്റെ പ്രവർത്തനം മരട് നഗരസഭ പ്രതിപക്ഷ നേതാവ് CR ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. മരട് നഗരസഭ കൗൺസിലർ തുഷാർ പ്രതാപൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൗൺസിലർ ഷീജ ഷാൻകുമാർ, മുൻ കൗൺസിലർമാരായ KA ദേവസി, MP സുനിൽകുമാർ, CPIM ഏരിയ കമ്മിറ്റി അംഗം AU ബിജു, CPIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PB വേണുഗോപാൽ എന്നിവർ പുതിയ സംരംഭത്തിന് ആശംസകൾ നേർന്നു. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കൗൺസിലർമാരായ ജിജി, ശാലിനി അനിൽരാജ്, ബിന്ദു UP, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് രേണുക എന്നിവർ സന്നിധരായിരുന്നു. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിന്റെ ആദ്യ വിൽപ്പന മുൻ കൗൺസിലർ ലുലു ബെന്നി ഏറ്റുവാങ്ങി. നിരവധി ജനങ്ങൾ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി തോമസ്വരം ദേവാലയത്തിന്റെ പരിസരത്ത് എത്തിച്ചേർന്നത്. നമ്മളിന്നിവിടെ സഞ്ചരിക്കുന്നൊരു മാവേലി സ്റ്റോർ നമുക്കതൊരു എല്ലാവർക്കും തന്നെ നമ്മുടെ സമൂഹത്തിന് തന്നെ സഹായകരമാവുന്ന രീതിയിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തുന്ന രീതിയിൽ സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ ഇന്നിവിടെ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മരട് ഈസ്റ്റ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപനം സിവിൽ സപ്ലൈസ് വഴി വിതരണം ചെയ്യുന്ന 13 ഇനം ഉൽപ്പന്നങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുന്നതുവരെ വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളൊരു പ്രഖ്യാപനം കഴിഞ്ഞ 7 വർഷക്കാലവും ഈ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു പോവുകയാണ്. സിവിൽ സപ്ലൈസിനകത്ത് ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അവശ്യ വസ്തുക്കളായിട്ടുള്ള 13 ഇനം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ല എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനം, ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ടുള്ള ആനുകൂല്യം ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് കഴിഞ്ഞ 7 വർഷക്കാലമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ അവശ്യ സാധനങ്ങളുടെ വില ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകാൻ കഴിയാവുന്ന ഒരു തീരുമാനമാണ് ഗവൺമെൻറ് നടപ്പാക്കിയത്. അപ്പോൾ ആ നിലയിൽ ഈ ആശ്വാസം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ നമ്മുടെ മരടിൻ്റെ വടക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നാൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് സഞ്ചിയും റേഷൻ കാർഡുമായി മരട് വരെ പോകാതെ തങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് കണ്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പൊതുപ്രസ്ഥാനത്തിൻ്റെ കൂടി ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ ഇവിടെ ദിശ സൂചിപ്പിച്ചതുപോലെ മാസത്തിൽ 4 തവണയെങ്കിലും വന്ന് സേവനം നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ നിലയിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നും കളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ അവസരം നമുക്ക് നല്ലതുപോലെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റാൻ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ കേരളത്തിലെ ഗവൺമെൻറ് നൽകുന്ന ഈ ആശ്വാസ പദ്ധതി നമ്മുടെ ഈ പ്രദേശത്ത് ഇതിൻ്റെ ആദ്യ വിൽപ്പന നടത്തിക്കൊണ്ട് ഇതിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ നിങ്ങളുടെ പരിസരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. മരടിൽ നമുക്കൊരു മാവേലി സ്റ്റോർ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കത് മരടിൽ കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് ഒരു സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോർ നിങ്ങളുടെ പരിസരത്തേക്ക് എത്തുകയാണ്. ഇതിനുവേണ്ടി പരിശ്രമിച്ച ഇവിടുത്തെ മുഴുവൻ പാർട്ടി പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് സാധനങ്ങളൊക്കെ മേടിച്ചാൽ തന്നെ നമ്മൾ ഒരു ഓട്ടോയോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനത്തിലൂടെയോ ആണ് നമ്മൾ വീടുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ പരിസരത്ത് തന്നെ സബ്സിഡി നിരക്കിൽ ഇതുപോലുള്ളൊരു സംവിധാനം എത്തുന്നത് നിങ്ങൾക്കേറെ പ്രയോജനപ്രദമാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ആഴ്ചയിൽ 1 ദിവസം ഇതിൻ്റെ സേവനം നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാവുമെന്നുള്ളതാണ്. അപ്പോൾ ആഴ്ചയിൽ 1 ദിവസം എന്ന് പറയുമ്പോൾ മാസത്തിൽ 4 തവണയെങ്കിലും നിങ്ങളുടെ അരികെ ഇതുപോലെയുള്ള മാവേലി സ്റ്റോർ എത്തിച്ചേരുന്നതാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവും എന്നതിൽ സംശയമില്ല. 2018 നമ്മൾ കൊട്ടാരം ജംഗ്ഷനിൽ മാവേലി സ്റ്റോർ ആരംഭിക്കുന്നു. അതിന് 2 വർഷം മുന്നേ നിലവിലുണ്ടായിരുന്ന കാലങ്ങളായി പ്രവർത്തിച്ചിരുന്ന SN പാർക്കിന് വടക്കുവശമുള്ള ആ മാവേലി സ്റ്റോർ അടച്ചുപൂട്ടുകയും മറ്റൊരു സ്ഥലം കണ്ടെത്താത്ത സാഹചര്യത്തിനകത്താണ് പൊതുവെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന, സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഈ മാവേലി സ്റ്റോറിൻ്റെ പ്രവർത്തനം മരടിൽ ആരംഭിക്കണം എന്ന് തീരുമാനിച്ചു. വീണ്ടും അതിൻ്റെ ഭാഗമായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ അന്ന് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൻ്റെ MLA ആയിരുന്ന സ്വരാജിൻ്റെ സഹായത്തോടുകൂടി കൊട്ടാരം ജംഗ്ഷനിൽ പുതിയ മാവേലി സ്റ്റോർ നമുക്ക് ആരംഭിക്കാൻ കഴിയും. ഇപ്പോൾ തീപിടിച്ച വിലയാണെല്ലാം നിത്യ ഉപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത്. ആ വില വർധനവ് ഒരു പരിധിവരെ തടയാൻ കഴിയുന്ന
ഒരു സഹായം എന്ന് പറഞ്ഞാൽ അത് മാവേലി സ്റ്റോറുകളാണ്. ആ മാവേലി സ്റ്റോറുകളിൽ 13 ഇനത്തിന് ഈ 8 വർഷക്കാലമായിട്ടും സർക്കാർ ആദ്യം പ്രഖ്യാപിച്ച കാലം മുതൽ ഇന്ന് വരെ അതിനെ ഒരു പൈസ പോലും വില വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷെ ചില കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അംഗീകരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും മാവേലി സ്റ്റോറുകളിൽ സാധനം എത്തുന്ന നിലയുണ്ടായിട്ടുണ്ട്. അപ്പോൾ മാവേലി സ്റ്റോറുകൾ നമ്മുടെ ഈ മരട് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് വരുന്നതിനാവശ്യമായ നിലയിലാണ് പൊതുപ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇടപെട്ട് പോന്നിട്ടുള്ളത്. ആ നിലയിലാണ് ഇവിടെ ഇപ്പോൾ തോമസ്പുരം ജംഗ്ഷനിൽ ഇപ്പോൾ കൊട്ടാരം വരെ പോകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി മാസത്തിൽ 4 ദിവസം എല്ലാ ശനിയാഴ്ചയും രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഇവിടെ 2 മണിക്കൂർ ഇവിടെ എത്തിച്ചേരും. അപ്പോൾ ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അത്യാവശ്യം വലിയ സഹായമാവുന്ന നിലയിലേക്ക് വരും. അപ്പോൾ ആ നിലയിലാണ് അതിൻ്റെ പ്രവർത്തനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മളെ സഹായിച്ചിട്ടുള്ള സിവിൽ സപ്ലൈസിൻ്റെ എറണാകുളം ഡിപ്പോ പേട്ട ഡിവിഷനിലെ ഉദ്യോഗസ്ഥരെ പ്രത്യേകം നന്ദി ഈ സന്ദർഭത്തിനകത്ത് അറിയിക്കുകയാണ്. തുടർച്ചയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമാകട്ടെ ഈ പദ്ധതി എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജനങ്ങൾക്ക് നിത്യ ജീവിതത്തിലേറെ ആശ്വാസകരമായ അവശ്യ വസ്തുക്കളുടെ ഒരു മൊബൈൽ മാവേലി സ്റ്റോർ ഇവിടെ വരുന്നത് ഏറെ നല്ല കാര്യം തന്നെയാണ്. കൊട്ടാരത്തിൽ പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോറിൽ പോയി മേടിച്ചു കൊണ്ടുവരാൻ വളരെ ദൂരം സഞ്ചരിക്കേണ്ടതുള്ളതിനാൽ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വരുന്ന ഈ മാവേലി സ്റ്റോർ നെട്ടൂര് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയാൽ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നെട്ടൂരും കൂടെ വരുന്ന സമയത്ത് മരട്ടിലെ ജനങ്ങൾക്കേറെ നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് വാങ്ങാനുള്ള ഒരു സഹായകരമായ നിലപാട് ഇതുവഴി സ്വീകരിക്കാൻ കഴിയുമെന്നതുകൊണ്ട് ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഗവൺമെൻറ്റിൻ്റെ മുദ്രാവാക്യം ജനങ്ങളോടൊപ്പമാണ് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ എന്നുള്ളതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണവും നേരിട്ടറിയാവുന്നൊരു ഉദാഹരണവുമാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഈ സംവിധാനത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ച് ഈ പ്രദേശത്ത് തന്നെ ഇത് ആരംഭിക്കുന്നതിന് വേണ്ടി ആലോചിച്ചു. അത് പൂർണ്ണമായും പ്രിയപ്പെട്ട ആളുകൾ പ്രയോജനപ്പെടുത്തുന്നതിന് ആവശ്യമായ നിലയിൽ ഈ വാഹനം വരുമ്പോൾ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇതിൻ്റെ ഗുണഭോക്താക്കൾ തന്നെ തയ്യാറായാൽ നമുക്കിത് നന്നായി ഇവിടെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷയായ പ്രിയപ്പെട്ട മരട് നഗരസഭയുടെ കൗൺസിലർ ശ്രീമതി ദിഷ പ്രതാപനും ഇതിൻ്റെ ഉദ്ഘാടകനായ പ്രിയപ്പെട്ട CR ഷാനവാസിനും പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരായ ശ്രീ PB വേണുഗോപാൽ, ശ്രീ AU ബിജു, ശ്രീ ND സുനിൽകുമാർ അടക്കം ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ പ്രിയപ്പെട്ട നേതാക്കന്മാർക്കും ഇത് വാങ്ങുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും.